Good morning. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Good morning, ma'am. ആരും കേറിയിട്ടില്ലെന്ന് തോന്നുന്നു. ആരും കേറിയിട്ടില്ല. നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ അമ്മ. ഓക്കെ. എന്തുണ്ട് എന്തുണ്ട് വിശേഷം? വിശേഷം? എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? എന്തോമ്മ? എങ്ങനെയുണ്ടായിരുന്നു? കേട്ടില്ല, ഞാന് ബസ്സിൽ, അതുകൊണ്ട് ശരിക്കും കേൾക്കുന്നില്ല മാം. കേൾക്കുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് എന്തായാലും കുറച്ചേരം വെയിറ്റ് ചെയ്തോ. വെയിറ്റ് ചെയ്തോ. ഓക്കെ ഓക്കെ. എന്തുണ്ട് വിശേഷം? ന്യൂഇയറും ക്രിസ്മസും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ? കേൾക്കുന്നില്ല. ന്യൂഇയറും ക്രിസ്മസും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ന്യൂ ഇയറിന് എവിടെയെങ്കിലും പോയായിരുന്നോ സബീന? ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിലെ ഭയങ്കര പരിപാടിയായിരുന്നു ഡിസംബറില്, ചന്ദനക്കുടം. പിന്നെ അത് ഭയങ്കര ആഘോഷങ്ങളാണ്. പിന്നെ ന്യൂ ഇയറിനും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഇവിടെ കോട്ടയത്ത്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ചങ്ങനാശ്ശേരിയിലായിരുന്നു അതിന്റെ പരിപാടി. പാപ്പാച്ചിയെ കത്തിക്കുന്നതും ന്യൂ ഇയർ പരിപാടിയും പ്രോഗ്രാമും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളന്ന് പോസ്റ്റ്പോൺ ചെയ്ത ക്ലാസ് ആണെന്ന് വെച്ചത് കേട്ടോ. അറിയായിരിക്കുമല്ലോ. എനിക്കന്ന് ഹെൽത്ത് ഇഷ്യൂ കാരണം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് ക്ലാസ് മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോ അത് നിങ്ങൾക്ക് തരാതെ ഒരു കംപ്ലീഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് തന്നത് ക്ലാസ് വെച്ച്. പൂക്കളിട്ടിട്ടുണ്ട്, ഇപ്പൊ കയറുമായിരിക്കും എല്ലാരും. കേറുമായിരിക്കും. ഗുഡ് മോർണിംഗ് മുതുല. മാം ഗുഡ് മോർണിംഗ് മാം. കുറെ നാളായല്ലോ കണ്ടിട്ട്. എങ്ങനെയുണ്ട്? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് പ്രത്യുഷ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. സബീന, അമൃതുല, പ്രത്യുഷ, ശ്രുതി. ഹാപ്പി ന്യൂ ഇയർ മാം. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. എത്ര പേര് കേറും എന്നുള്ളൊരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും പറഞ്ഞായിരുന്നോ? റെസ്പോൺസ് ഉണ്ടായിരുന്നോ? മാം മെസ്സേജ് എല്ലാരും കണ്ടിട്ടുണ്ട് മാം. കേറുന്ന കാര്യത്തിൽ കുറച്ചു പേര് അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. PG ആണോ, ഇത് എന്തിന്റെ ക്ലാസ് ആണെന്ന്. അപ്പൊ ഇപ്പൊ കുറച്ചു നേരം മുമ്പ് കൂടെ ഫോർവേഡ് ചെയ്തപ്പം ഒരു കുട്ടി വിളിച്ചു ചോദിച്ചിരുന്നു, അത് PG അല്ലല്ലോ ഡിപ്ലോമ തന്നെ അല്ലേന്ന് ചോദിച്ചിട്ടുണ്ട് മാം. ഒന്നുകൂടെ വേണമെങ്കിൽ ഇപ്പൊ ഗ്രൂപ്പിൽ പറയാം മാം. ഒന്നുകൂടി നമുക്ക് എന്നിട്ട് കുറച്ചുപേര് ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? ആരെങ്കിലും കേറട്ടെ. അന്ന് പറഞ്ഞേക്ക് മൃദുല ഗ്രൂപ്പില്. ഓക്കെ മാം. പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട സ്കീമുകളാണെന്ന് പറഞ്ഞേക്ക് കേട്ടോ. ശരി മാം.
ന്യൂ ഇയർ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ? നല്ലതായിരുന്നു മാം, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അടുക്കളയിൽ പണി ചെയ്തോണ്ടിരിക്കുവാ. അതെല്ലേ? കേക്ക് കട്ട് ചെയ്തോ? കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? എന്തോ? കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടില് ഞങ്ങള് 12 മണിയായപ്പം ജസ്റ്റ് ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. ന്യൂ ഇയർ അങ്ങനെ. പിന്നെ വേറെ എന്താ മോക്ക് എക്സാം ആയതുകൊണ്ട് എങ്ങും പോയില്ല. പിന്നെ ഞങ്ങൾക്കും PGയുടെ എക്സാം ഉണ്ടല്ലോ ഇനി. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടില്. അതെയോ? എവിടെയാ? പറവൂരാണോ വന്നത്? പറവൂര് നമ്മുടെ ഓഫീസിലെ സ്മാർട്ട് ശ്രീയുടെ മൺഡേ ആണെന്ന് തോന്നുന്നു വന്ന്. ജിഷാമിസ് ഉണ്ടായിരുന്നു. ഒരു പിങ്ക് ടവർ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് കൊടുക്കാൻ വന്നതാ. ഓക്കെ. മിസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുത്തത്. അതെ, ഞാൻ ഇവിടെ അടുത്തൊരാള് എനിക്ക് ഉണ്ടാക്കിച്ചപ്പോ അങ്ങനെ മിസ് പറഞ്ഞതാ. അപ്പൊ ഞാൻ എല്ലാരോടും അന്വേഷണം പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിരുന്നു. മിസ്സിന് എല്ലാം സുഖമായോ? ഓക്കെ ആയോ? ഹെൽത്ത് ഒക്കെ? ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. മരുന്ന് കഴിക്കുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ. പിന്നെ ന്യൂ ഇയർ ഒക്കെ നല്ലതായിരുന്നോ? ന്യൂ ഇയർ ഒക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ ആയിരുന്നു, ആരും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ. ടീച്ചേഴ്സിന് സെലിബ്രേഷൻ ഉണ്ടായിരുന്നല്ലേ? ഞാൻ കണ്ടിരുന്നു. ജിഷാമിസ് ഒക്കെ സ്റ്റാറ്റസ് ഇട്ടിരുന്ന കണ്ടിരുന്നു. നമ്മുടെ സ്മാർട്ട് ശ്രീക്ക് എന്തോ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. അതെ, സുരക്ഷാ ഭാരതിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതും കണ്ടിരുന്നു. പിന്നെന്താ ബാക്കിയുള്ളവരുടെ വിശേഷങ്ങൾ പറയൂ. അതെ, ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതിരിക്കുക. ഇനി അവരൊക്കെ പറയട്ടെ. മൃദുലയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് നല്ലതായിരുന്നു മാം. പ്രത്യേകിച്ച് ന്യൂ ഇയർ ഒന്നും ഇതിനു മുമ്പ് സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നാട്ടിലായിരുന്നപ്പോ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ പിന്നെ ഞങ്ങൾ 2 ഫാമിലി മാത്രം ഒന്നിച്ച് ചേർന്ന് 2 ഫാമിലിന്നും കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി ഒന്നിച്ചിരുന്ന് കഴിച്ച് ഒരു ചെറിയ കേക്കൊക്കെ മുറിച്ച് അങ്ങനെ പോയി മാം. പിന്നെ നിത്യക്ക് എങ്ങനെയുണ്ടായിരുന്നു? നിത്യ? യെസ് മാം, എനിക്ക് ഇച്ചിരി റേഞ്ച് പ്രശ്നമുണ്ട്. ഞാൻ പറയണ കേക്കാവോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ന്യൂ ഇയർ നന്നായിരുന്നു. ക്രിസ്മസിന് എങ്ങും പോയില്ല, വീട്ടിൽ തന്നെ ആഘോഷിച്ചു. ന്യൂ ഇയറിന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ പോയി കേക്കൊക്കെ മുറിച്ചു, ഫുഡൊക്കെ കഴിച്ചു. രാത്രി വെളുപ്പിന് 2 മണിയോട് കൂടിയാണ് വീട്ടിൽ വന്നത്. അങ്ങനെയായിരുന്നു ന്യൂ ഇയർ സെലിബ്രേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? 11:10 ഓക്കെ ആണോ? അപ്പോ ഞാനിന്നിവിടെ പറയാനായിട്ട് എത്ര സമയം ക്ലാസ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോ പെട്ടെന്ന് തീരും, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പൊ എത്ര സമയം തീരുന്നു പറയാൻ പറ്റില്ല. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ പ്രാക്ടിക്കൽസുമായി ബന്ധപ്പെട്ടിട്ട് സ്കീമുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ സ്കീമുകൾ എന്തിനാണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ ഉപകരിക്കും. അല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചറായിട്ട് നിങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒന്നാണ് ഈ സ്കീം എന്ന് പറയുന്നത്. കുട്ടികളെ ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വേർഡ്സ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് പഠിക്കാനുള്ള സ്കീമുകളില് പ്രധാനമായിട്ടും മോണ്ടിസോറിയില് കൂടുതലായിട്ടും ലെറ്റേഴ്സിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, സൗണ്ട്സിനാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമോ? സൗണ്ടിനാണ്. ഫോണറ്റിക്സ് ഉണ്ടല്ലോ, അതിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മോണ്ടിസോറി സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലാംഗ്വേജ് ഏരിയയില് 3 സ്കീമുകൾ ഉണ്ട്. ഒന്ന് പിങ്ക് സ്കീം, 2 ബ്ലൂ സ്കീം, ലാസ്റ്റ് 1 ഗ്രീൻ സ്കീം. അങ്ങനെ 3 സ്കീമുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മോണ്ടിസോറി പിങ്ക് റീഡിംഗ് സ്കീമാണ് കേട്ടോ. മോണ്ടിസോറി പിങ്ക് റീഡിംഗ് സ്കീം. അപ്പൊ ആദ്യം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഹെഡിങ് കൊടുക്കുക മോണ്ടിസോറി
പിങ്ക് റീഡിംഗ് സ്കീം. മോണ്ടിസോറി പിങ്ക് റീഡിംഗ് സ്കീം എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എഴുതുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുക. The first stage of Montessori phonetic reading program. The first stage of Montessori phonetic reading program, comma, designed to teach, designed, T-E-S-I-G-N-E-D, designed, to teach children how to read simple three-letter words. ഒന്നും കൂടി പറയാം. The first stage of Montessori phonetic reading program, comma, designed to teach children how to read simple three-letter words. എഴുതിയോ? ഓക്കെ, എന്താ മനസ്സിലായത് എഴുതി കഴിഞ്ഞപ്പോ? എങ്ങനെയാണ് കുട്ടികളെ ത്രീ-ലെറ്റർ വേർഡ് പഠിപ്പിക്കുക? ആ ഒരു സ്കീമാണെന്ത് മോണ്ടിസോറി പിങ്ക് റീഡിംഗ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പിങ്ക് റീഡിംഗ് സ്കീം എന്ന് പറയുന്നത് CVC വേർഡ്സ് ആയിരിക്കും കേട്ടോ. CVC വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? CVC അറിയാമോ? CVC വേർഡ്സ് എന്ന് പറഞ്ഞാല് ആദ്യം കൺസണന്റ് ആയിരിക്കും ഉണ്ടാവുക, കൺസണന്റ് ലെറ്റർ ആയിരിക്കും ഉണ്ടാവുക, രണ്ടാമത് വവൽ ലെറ്റർ ആയിരിക്കും, മൂന്നാമത് കൺസണന്റ് തന്നെ ആയിരിക്കും. ഇതിനെയാണ് CVC വേർഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കാറ്റ്, നിങ്ങളൊന്ന് നോക്കിയേ. കാറ്റ് CVC ഫോർമാറ്റ് ആണോ? കാറ്റ് ആദ്യം കൺസണന്റ് C വന്നു, പിന്നീട് ഒരു വവല് വന്നു നടുക്ക്, പിന്നീട് വീണ്ടും കൺസണന്റ് വന്നു. അപ്പൊ പിങ്ക് സ്കീമിൽ ഉൾപ്പെട്ട വേർഡാണെന്ത്? കാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, CVC വേർഡ്സ് എന്ന് എഴുതിയിട്ട് 3 ആരോ വരക്കുക താഴേക്കായിട്ട് കേട്ടോ. കറക്റ്റ് കയറാൻ പറ്റുന്നില്ലേ? ഒന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ.
മൃദുല അവരെന്താ പറയുന്നേ കേറാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോ എന്ത് ഇഷ്യൂ കാണിക്കുന്നേ? മാം ഒരു സ്ക്രീൻ അയച്ചു തന്നു. നമ്മുടെ ഈ സ്ക്രീൻ തന്നെയാണ്, പക്ഷെ ഫുള്ള് ബ്ലാക്ക് ആണ്. അതെ അല്ലേ? അയ്യോ അത് പോയല്ലോ കേട്ടത്. മൃദുല പോയോ? റേഞ്ച് ഇഷ്യൂ ആയിരിക്കും മാം. ജോയിൻ ചെയ്യും. ആർക്കാണ് കേറാൻ പറ്റുന്നില്ലെന്ന് പറയുന്നേ? പേരറിയാമോ? സൽമ പ്രഭൃതിയാണ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സൽമ ഓക്കെ, ഒന്നുകൂടി ട്രൈ ചെയ്യാനായിട്ട് പറയും കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. CVC വേർഡ്സ് എന്ന് നിങ്ങൾ എഴുതുക കേട്ടോ. CVC എന്ന് എഴുതുക. CVC എന്ന് എഴുതിയിട്ട് 3 ആരോ ഇടുക. സിയുടെ അവിടെ ആയിട്ട് ഒരു ആരോ വരക്കുക താഴേക്ക്, ബിയുടെ അവിടെ ആരോ വരക്കുക, പിന്നെ സി. അങ്ങനെ ആരോ 3 എണ്ണം വരക്കുക. എന്നിട്ട് എഴുതുക. സിയുടെ അവിടെ നേരെ ആരോയില് കൺസണന്റ് എന്ന് എഴുതുക. പിന്നീട് ബിയുടെ അവിടെ വവൽ എന്ന് എഴുതുക. പിന്നീട് സിയുടെ അവിടെ വീണ്ടും കൺസണന്റ് എന്ന് എഴുതുക. ഓക്കെ, അങ്ങനെ എഴുതി വെക്കുക കേട്ടോ. ഇപ്പൊ CVC കൺസണന്റ് വവൽ കൺസണന്റ് ആ ഒരു രീതിയിൽ എഴുതി വെക്കുക. ഓക്കെ, ഇനി ഒരു പാരഗ്രാഫും കൂടി അതിന്റെ താഴേക്കായിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. all the cards comma boxes and booklets in this series series in this series are usually printed on pink paper or with pink borders
To help children easily identify this early level. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഈ പിങ്ക് സ്കീമിലുള്ള വേർഡ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് നമ്മൾ എഴുതുന്നത് പിങ്ക് കളറിലുള്ള കാർഡിലോ ബുക്ക്ലെറ്റിലോ ചാർട്ട് പേപ്പറിലോ ആയിരിക്കും. ഓക്കെ, പിങ്ക് കളറിലുള്ള കാർഡ് അല്ലെങ്കിൽ ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ ഇതിലാണ് നമ്മൾ എന്ത് എഴുതുക? പിങ്ക് സ്കീമിലുള്ള വേർഡ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് എഴുതുക. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും ഇത് പിങ്ക് സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള വേർഡുകളാണ്. മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഞാൻ കുറച്ച് പിങ്ക് സ്കീമിൽ പെട്ടിട്ടുള്ള വേർഡ്സ് പറഞ്ഞു തരാം. കാണുന്നുണ്ടോ? ഇത് പിങ്ക് സ്കീമിൽ പെട്ടിട്ടുള്ള വേർഡ്സ് ആണ് കേട്ടോ. ഞാനിത് എഴുതിയിരിക്കുന്നത് പിങ്ക് ചാർട്ട് പേപ്പറിലാണ്. ഓക്കെ, അപ്പൊ വേർഡ്സ് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഫസ്റ്റ് വേർഡ് ബാറ്റ് ആണ്. BAT, ബാറ്റ്. സെക്കൻഡ് വേർഡ് മാറ്റ്. ആ വേർഡ് പറയുകയാണ് കേട്ടോ നിത്യ. നോക്കിയേ, ഫസ്റ്റ് വേർഡ് മാറ്റ്, സെക്കൻഡ് വേർഡ് മാറ്റ്, MAT മാറ്റ് കേട്ടോ, MAT മാച്ച്. തേർഡ് വേർഡ് കാറ്റ്, CAT കാറ്റ്. CAT cat. Then fourth word rat, RAT rat, RAT rat. The next one pen ആണ്, PEN pen. PEN pen. പെന്ന് വേണ്ടിട്ടോ, പെന്ന് നിങ്ങളൊന്ന് വെട്ടിക്കളയാട്ടോ. ഇപ്പൊ പറഞ്ഞത് വേണ്ട, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പെൻ വേണ്ട കേട്ടോ. റാറ്റ് കഴിഞ്ഞിട്ട് പെൻ വേണ്ട. വ്യാൻ എഴുതുക, VAN വ്യാൻ, VAN വ്യാൻ. നെക്സ്റ്റ് ക്യാൻ ആണ്, CAN ക്യാൻ. CAN ക്യാൻ. നെക്സ്റ്റ് ടാബ് ആണ് കേട്ടോ, TAB ടാബ്, TAB ടാബ്. നെക്സ്റ്റ് മാപ്പ് ആണ്, MAP മാപ്പ്. ക്യാപ്പ് ആണ്, CAP ക്യാപ്പ്.
അപ്പൊ ബാറ്റ് എഴുതി, മാറ്റ്, കാറ്റ്, റാറ്റ്, ബാൻ, ക്യാൻ, ടാബ്, മാപ്പ്, ക്യാപ്പ്. എഴുതിയോ ഇത്രയും? അപ്പൊ നിങ്ങൾ ആ ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തേത് കൺസണന്റ് സൗണ്ട്, രണ്ടാമത്തേത് വോവല്, മൂന്നാമത്തേത് വീണ്ടും എന്ത് വന്നു? കൺസണന്റ് വന്നു. അപ്പോ ഇതിന്റെ, അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മിഡിലിൽ വന്നിരിക്കുന്നതൊക്കെ എ എന്ന് പറയുന്ന ലെറ്റർ ആണ്, അല്ലെ? എ എന്ന് പറയുന്ന ലെറ്റർ അല്ലെങ്കിൽ സൗണ്ട് അല്ല വന്നിരിക്കുന്നത്, ആ വൊവലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇത് പിങ്ക് സ്കീമിൽപ്പെട്ട മിഡിലില് എ വരുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ വേർഡ്സ് ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇ വെച്ചിട്ടാണ് കേട്ടോ. മിഡിലില് ഇ വരുന്നതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുമ്പോ എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. സമയം കിട്ടുമ്പോ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിങ്ക് കളറിലുള്ള ഒന്നില്ലെങ്കിൽ നമുക്ക് ബുക്ക്ലെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കാർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചാർട്ട് പേപ്പറിൽ എഴുതി നമുക്ക് എന്ത് ചെയ്യാം, ഇത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വേർഡ്സ് എഴുതിക്കോളൂ. ഫസ്റ്റ് വേർഡ് 10 ആണ്. PEN 10. രണ്ടാമത്തത് പെൻ ആണ്. PEN പെൻ. PEN പെൻ. മൂന്നാമത്തത് നെറ്റ്. NET നെറ്റ്. നെക്സ്റ്റ് സെറ്റ്. SET സെറ്റ്. നെക്സ്റ്റ് ബെറ്റ് ആണ്. BET ബെറ്റ്. then den ആണ്. DEN den. അടുത്തത് ഹെൻ ആണ്. HEN ഹെൻ. then next one met ആണ്. MET met. then leg കേട്ടോ. LEG leg. എഴുതിയോ? ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ.
ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഓക്കെ, നിങ്ങള് കാണുന്നുണ്ടോ? എന്താ പ്രത്യേകത? മിഡിൽ ഐ ആയിട്ട് വരുന്നത്. മിഡിൽ ഐ ആണ് വരുന്നത് അല്ലെ? അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ഫസ്റ്റ് റിബാണ്, RIB റിബ്. നെക്സ്റ്റ് വൺ ബിബ് കേട്ടോ, BIB ബിബ്. നെക്സ്റ്റ് NIB ആണ്, നിബ്. NIB നിബ്. NIB നിബ്. നെക്സ്റ്റ് വൺ ഫിഗ് ആണ്, FIG ഫിഗ്. FIG ഫിഗ്. നെക്സ്റ്റ് പിഗ് ആണ് കേട്ടോ, PIG പിഗ്. PIG പിഗ്. നെക്സ്റ്റ് വിഗ് ആണ് കേട്ടോ, WIG. WIG വിഗ്. നെക്സ്റ്റ് കിറ്റ് ആണ്, KIT കിറ്റ്. നെക്സ്റ്റ് സിറ്റ്, SIT സിറ്റ്. SIT സിറ്റ്. നെക്സ്റ്റ് പിച്ച്, PIT പിച്ച്. എഴുതിയല്ലോ? നെക്സ്റ്റ് നോക്കിക്കേ, നിങ്ങള് കാണുന്നുണ്ടോ? എന്താ പ്രത്യേകത? കാണുന്നില്ല മാം, കുറച്ചുകൂടി ഇങ്ങോട്ട് പിടിച്ചു. മിഡില് O ആണ് വരുന്നത് അല്ലെ? O എന്ന് പറയുന്ന ലെറ്റർ ആണ് ട്ടോ വരുന്നേ. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ, ഞാൻ പറഞ്ഞു തരാം. DOG ഡോഗ്. ഡോഗ് ഒക്കെ 3 ലെറ്റർ വേർഡിലാണ് കേട്ടോ വരുന്നത്. പിങ്ക് സ്കീമാണ്. DOG ഡോഗ്. FOG ഫോഗ്. FOG ഫോഗ്. FOX ഫോക്സ്. FOX ഫോക്സ്. Then BOX box. Box. HOT hot. HOT hot. DOT dot. DOT dot. Then GOD God. GOD God.
ROD, road. ROD, road. MOP, mop. MOP, mop. HOP, hop. HOP, hop. എഴുതിയല്ലോ. നെക്സ്റ്റ് നോക്കിയേ. എന്താ പ്രത്യേകത? യു സെൻട്രൽ വരുന്നതാണ്. യു മിഡില് വരുന്നതാണ് കേട്ടോ. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. കബ്, CUB, കബ്. CUB, കബ്. RUB, റബ്ബ്. RUB, റബ്ബ്. JUG, ജഗ്. JUG, ജഗ്. MUG, മഗ്. MUG, മഗ്. Then bun, BUN, bun. Then run, RUN, run. CUP, cup. CUP, cup. Then PUP, pup. PUP, pup. HUT, hut. HUT, hut. BUS, bus. BUS, bus. എഴുതിയല്ലോ. അപ്പൊ ഇത്രയുമാണ് പിങ്ക് സ്കീം ആയിട്ട്. അപ്പൊ ഇനിയും ഉണ്ട് കേട്ടോ വേർഡ്സ്. ഇതിപ്പോ കുറച്ച് വേർഡ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനിയും നിങ്ങൾ എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ്സുകൾ കണ്ടെത്തുക. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് പിങ്ക് സ്കീമിന്റെ വേർഡുകൾ ഒന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ചെയ്യില്ലേ? ഇനി അടുത്തത് എഴുതിയെടുത്തോളൂ. ബ്ലൂ സ്കീം ആണ് കേട്ടോ. അപ്പൊ പിങ്ക് സ്കീം നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് ബ്ലൂ സ്കീം. ഇത് കുറച്ച് മലയാളത്തിലാണ് കേട്ടോ പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി റീഡിംഗ് ആണ് ബ്ലൂ സ്കീം കേട്ടോ. സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി റീഡിംഗ് സ്കീം. സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി റീഡിംഗ് ആണ് ബ്ലൂ സ്കീം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എഴുതിയെടുക്കല്ലോ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക. പിങ്ക് സീരീസ് പഠിച്ചതിന് ശേഷമാണ് കുട്ടികള് ബ്ലൂ സ്കീം പഠിക്കുക. അതായത് 3 ലെറ്റർ വേർഡ്സ് പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങള് ബ്ലൂ സ്കീം പഠിക്കുക.
പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഇതിലുള്ളത്. മനസ്സിലായോ പറഞ്ഞത്? പിങ്ക് സ്കീമാണ് ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതിനുശേഷം മാത്രമാണ് ബ്ലൂ സ്കീമിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ CBC വേർഡ്സ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിലുള്ള വളരെ ഈസി ആയിട്ടുള്ള വേർഡ്സ് ആണ് CBC വേർഡ്സ്. പക്ഷെ ബ്ലൂ സ്കീമിൽ നമ്മൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഉപയോഗിക്കുക. കാരണം ഓൾറെഡി കുഞ്ഞുങ്ങൾ CBC വേർഡ്സ്, സിമ്പിൾ വേർഡ്സ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് പഠിപ്പിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ബ്ലൂ സ്കീം ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഇപ്പൊ എഴുതണ്ട, ഞാനിതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതില് കുട്ടികളെ ബ്ല് എന്ന് പറഞ്ഞാല് BL ആണ് അല്ലെ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ബ്ല് എന്ന് പറയുമ്പോ BL എന്നല്ലേ നമ്മൾ എഴുതുക? ബ്ല് ആണോ? ആ, പിന്നെ സ്റ്റ് എന്ന് പറയുമ്പോ എന്ത് ലെറ്റേഴ്സ് അവിടെ വരുന്നത്? സ്റ്റ് എന്ന് പറഞ്ഞേ. ST ആണ് അല്ലെ? സ്റ്റ് എന്ന് പറയുമ്പോ ST വരും. പിന്നെ ഡ്ര എന്ന് പറയുമ്പോ എന്താ വരിക? DR. പ്ല് എന്ന് പറയുമ്പോഴോ? PL. എന്ന് പറയുമ്പോഴാണെങ്കിലോ? FL അല്ലെ? ആ, അപ്പൊ ഇത്തരത്തില് ബ്ലെൻഡഡ് ആയിട്ടുള്ള കൺസണന്റ് സൗണ്ട്സിനെയാണ് എവിടെ ഉപയോഗിക്കുന്നത്? ബ്ലൂ സ്കീമിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്തരത്തിൽ ബ്ലെൻഡഡ് ആയിട്ടുള്ള കൺസണന്റ് സൗണ്ട് എവിടെ കാണാനായിട്ട് സാധിക്കും? ബ്ലൂ സ്കീമിലാണ് കാണാൻ സാധിക്കുക. മാത്രമല്ല ബ്ലെൻഡഡ് ആയിട്ടുള്ള രണ്ട് കൺസണന്റ് സൗണ്ട്സിനെ ബ്ലെൻഡ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് കുഞ്ഞു തുടങ്ങുന്നു. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അതിന്റെ എക്സാമ്പിൾ കുറച്ച് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. അടുത്തത്, പിങ്ക് സീരീസ് പഠിച്ചതിന് ശേഷമാണ് കുട്ടികൾ ബ്ലൂ സ്കീം പഠിക്കുക. പിങ്ക് സീരീസ് പഠിച്ചതിന് ശേഷമാണ് കുട്ടികള് ബ്ലൂ സ്കീം പഠിക്കുക. കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ബ്ലൂ സ്കീമിലുള്ളത്. കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ബ്ലൂ സ്കീമില് ഉള്ളത്. എന്നിട്ട് എഴുതിക്കോളൂ കേട്ടോ. അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതുക. ഇത് കുട്ടികളെ ആ സൗണ്ടുകൾ എഴുതുക. ബ്ല്, BL എന്ന് എഴുതുക. BL, ST, DR, PL, FL, BL, ST, DR, TL, FL തുടങ്ങിയ ബ്ലെൻഡഡ് ആയിട്ടുള്ള
ബ്ലെൻഡഡ് ആയിട്ടുള്ള രണ്ട് കൺസണന്റ് സൗണ്ട്സ് പ്രൊനൗൺസ് ചെയ്യാൻ സഹായിക്കുന്നു. രണ്ട് കൺസണന്റ് സൗണ്ട്സ് പ്രൊനൗൺസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി എഴുതുക കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് എഴുതുക. എഫ് എൽ തുടങ്ങി എഫ് എൽ നിങ്ങൾ എഴുതുക. എന്നിട്ട് അതിന്റെ നേരെ ഞാൻ പറയുന്ന വേർഡ്സ് ഓരോ ലെറ്റർ കഴിഞ്ഞ് ഹൈഫൺ ഇട്ട് എഴുതുക. ഓക്കെ, ഇപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എഫ് എൽ എന്ന് എഴുതുക നിങ്ങൾ ആദ്യം. എന്നിട്ട് ഒരു ഹൈഫൺ ഇടുക. എന്നിട്ട് ഞാൻ എഫ് എൽ എന്ന് പറയുന്ന ആ ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള സൗണ്ട്സിന്റെ വേർഡ്സ് പറയാനായിട്ട് പോകുന്നത് ഫ്ലാഗ് എന്നാണ്. ഇല്ലേ, ഫ്ലാഗ് പറയാൻ പറ്റില്ലേ? എഫ് എൽ തുടങ്ങിയിട്ട് ഫ്ലാഗ്. ഫ്ലാഗ് എന്ന് എഴുതുക. ഫ്ലാഗ് എന്ന് എഴുതുമ്പോൾ എഫ് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇടുക. ദെൻ എൽ എഴുതുക, ഒരു ഹൈഫൺ ഇടുക. എ എഴുതുക, ഒരു ഹൈഫൺ ഇടുക. ജി എഴുതുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോ ഈ ബ്ലൂ സ്കീമിലെ വേർഡ്സുകൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തേത് എഫ് എൽ എന്നിട്ടിട്ട് ഹൈഫൻ ഇട്ടിട്ട് ഫ്ലാഗ് എന്ന് എഴുതുക. രണ്ടാമത്തത് സ്റ്റേ ആണ്. ST സ്റ്റേ കേട്ടോ. ST. അതിന്റെ നേരെ സ്റ്റോപ്പ് എന്ന് എഴുതുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ലെറ്ററും കഴിയുമ്പോൾ ഹൈഫൺ എഴുതുക. സ്റ്റോപ്പ് എന്ന് എഴുതുക. ST-O-P. സ്റ്റോപ്പ്. ഇനി അടുത്തത് DR ആണ് കേട്ടോ. DR. അതിന്റെ നേരെ ഡ്രം എന്ന് എഴുതുക. ഡ്രം. ഇനി നെക്സ്റ്റ് വൺ CL ആണ് കേട്ടോ. CL ക്ല് എന്ന് വായിക്കും നമ്മള്. CL. അതിന്റെ നേരെ ക്ലിപ്പ് എന്ന് എഴുതുക. ക്ലിപ്പ്. ഇനി ഫ്രോഗ് എന്ന് എഴുതുക കേട്ടോ. ഫ്രോഗ്. FR കേട്ടോ. ഫ്ര എന്ന് എഴുതുക. FR എഴുതുക. FR. എന്നിട്ട് ഫ്രോഗ് എന്ന് എഴുതുക. FROG. ഫ്രോഗ്. ഇനി കുറച്ച് വേർഡ്സ് ഞാൻ പറയാം. അതൊന്ന് നിങ്ങൾ എഴുതിയെടുക്കുക താഴേക്ക്. ഫസ്റ്റ് വേർഡ് ട്രിപ്പ് കേട്ടോ. PR തുടങ്ങിയാണ് വന്നത്. ട്ര് എന്ന് പറയില്ലേ നമ്മള്. ട്രിപ്പ്. വേർഡ്സ് ആയിട്ട് എഴുതിയാൽ മതി. ട്രിപ്പ് എഴുതുക. നെക്സ്റ്റ് ക്രിബ്. CRIB. ക്രിബ്.
Then drink എഴുതുക, DRINK, drink. Then next ഒരു വേർഡ് എഴുതുക, പ്രസ്. പ്രസ് കേട്ടോ. Then next one, drop, DROP, drop. Crop, CROP, crop. Then cloak, CLOCK, cloak. Then plot, PLOT, plot. Then next, crab, CRAB, crab. Then plan, PLAN, plan. Then last one, glad, GLAD, glad. Okay, എഴുതിയല്ലോ. അപ്പൊ ആ രണ്ട് സ്കീമും കഴിഞ്ഞു. പിങ്ക് സ്കീം നമ്മൾ ഡിസ്കസ് ചെയ്തു, ബ്ലൂ സ്കീം ഡിസ്കസ് ചെയ്തു. അപ്പൊ ബ്ലൂ സ്കീമിലുള്ള വേർഡ്സ് ബ്ലൂ ലെറ്റർ കാർഡിലോ ബ്ലൂ ലെറ്റർ ചാർട്ടിലോ പേപ്പറിലോ എഴുതുക കേട്ടോ. അപ്പൊ അതാണ്. ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് ഗ്രീൻ സ്കീമാണ്. അപ്പൊ ഞാൻ ആദ്യം അത് പറയുന്നതൊന്ന് നിങ്ങൾ കേൾക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എഴുതിയെടുക്കാം. ഗ്രീൻ സ്കീം എന്ന് പറയുന്നത് തേർഡ് ലെവൽ ഓഫ് മോണ്ടിസോറി റീഡിംഗ് ഫോണറ്റിക് പ്രോഗ്രാം ആണ്. അതായത് ഫൈനൽ ലെവൽ അല്ലെങ്കിൽ തേർഡ് ലെവലിലായിട്ടുള്ള മോണ്ടിസോറി റീഡിംഗ് പ്രോഗ്രാം ആണ് ഗ്രീൻ സ്കീം എന്ന് പറയുന്നത്. ഇതിലെ കുട്ടികള് കുറച്ചും കൂടി അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പഠിക്കുന്നത്. ആദ്യം നമ്മൾ കണ്ടു പിങ്ക് സ്കീമില് സിമ്പിൾ 3 ലെറ്റർ വേർഡ് പഠിച്ചു കുഞ്ഞുങ്ങള്. രണ്ടാമത് വന്നപ്പോ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് പഠിച്ചു. മൂന്നാമതില് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിൽ 2 ലെറ്റർ ചേർന്നിട്ട് പുതിയൊരു സൗണ്ട് ഉണ്ടാകുന്നു. ഓക്കെ, 2 ലെറ്റർ ചേർന്നിട്ട് പുതിയൊരു സൗണ്ട് ഉണ്ടാകുന്നതാണ് ഇതിന്റെ പ്രത്യേകത, ഗ്രീൻ സ്കീമിന്റെ പ്രത്യേകത. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. SH എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? ഓക്കെ, അപ്പൊ ആ ഷ് വരുന്ന 2 വേർഡ്സ് ഞാൻ ഇവിടെ പറയാം. ഒന്ന് ഫിഷ്, മറ്റൊന്ന് ഷിപ്പ്. ശരിയാണോ? ഇതിനകത്ത് എന്താ? 2 ലെറ്റർ ചേർന്നിട്ട് പുതിയൊരു സൗണ്ട് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ഫിഷ് എന്ന് പറയുമ്പോൾ ഷ് എന്ന് പറയുന്ന സൗണ്ട് 2 ലെറ്റർ ചേർന്നിട്ടാണല്ലോ ഉണ്ടായത്. അതുപോലെ തന്നെ ഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വേർഡ് പറയാൻ ഞാൻ. CH എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യാം? വേർഡ് അല്ല, ലെറ്റർ. CH.
ച്. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ലെറ്റർ പറയാൻ പോകുന്നത് സി എച്ച് ആണ്. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക സി എച്ച്? ച് മാം. ച് ആണ്. അപ്പൊ അത് തുടങ്ങിയുള്ള രണ്ട് വേർഡ്സ് ഞാൻ പറയാം. ഒന്ന് ചോപ്പും ഒന്ന് മച്ചു. ശരിയാണോ? ചോപ്പ്, മച്ച്. ഓക്കെ. പിന്നെ അടുത്തൊരു സൗണ്ട് പറയാം, ടി എച്ച്. എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യാം? ദ്. This, comma, that. വരില്ലേ? This, comma, that. പിന്നെ നെക്സ്റ്റ് വൺ ഡബിൾ ഇ ആണ്. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? ഡബിൾ ഇ. ഈ. ഇ അല്ലെ? അപ്പൊ രണ്ട് വേർഡ്സ് പറയാം, സിയും ട്രീയും. SEECTREE, ട്രീ. നെക്സ്റ്റ് വൺ എ ഐ ആണ്. എ ഐനെ എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക? എ എന്നല്ലേ? ആ, അപ്പൊ രണ്ട് വേർഡ്സ് പറയാം, ഒന്ന് റെയിനും പിന്നൊന്ന് പെരിനും. ഓക്കെ. പിന്നെ മറ്റൊന്ന് IGH ആണ്. IGHനെ നമുക്ക് ഐ എന്നാണ് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോ രണ്ട് വേർഡ്സ് ആണ്, ഒന്ന് ലൈറ്റും പിന്നൊന്ന് ഹൈറ്റും. ഓക്കെ. അപ്പോ ഇത്തരത്തില് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഗ്രീൻ സ്കീമിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ കുട്ടികളുടെ ഫ്ലുവൻസി മെച്ചപ്പെടും. പിന്നെ കൂടുതൽ വേർഡ്സ് വായിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുകയുമാണ് ഗ്രീൻ സ്കീമിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഗ്രീൻ സ്കീം ഒന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക കേട്ടോ. ഗ്രീൻ സ്കീം ഒന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതുക. Third level of Montessori reading phonetic program. Third level of Montessori reading phonetic program.
ഇതിൽ കുട്ടികൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ വേർഡ്സ് ആണ് പഠിക്കുക. ഇതിൽ കുട്ടികൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ വേർഡ്സ് ആണ് പഠിക്കുക. ഇതിൽ രണ്ട് ലെറ്റർ ചേർന്ന് പുതിയ സൗണ്ട് ഉണ്ടാകുന്നു. ഇതിൽ രണ്ട് ലെറ്റർ ചേർന്ന് പുതിയ സൗണ്ട് ഉണ്ടാകുന്നു. എഴുതുക SH എന്ന് എഴുതുക കേട്ടോ. SH എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ നേരെ ഫിഷ് എന്ന് എഴുതുക, ഷിപ്പ് എന്ന് എഴുതുക. ഫിഷ് ഷിപ്പ്. നെക്സ്റ്റ് എന്നാണ് കേട്ടോ. CH ചോപ്പ്, മച്ച്. CHOP ചോപ്പ്, MUCH മച്ച്. ഇനി അടുത്തത് ആണ് കേട്ടോ. അത് TH ആണ്. എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ദിസ്, ദാറ്റ്. ഡബ്ല്യു ആണ് കേട്ടോ. ഡബ്ല്യു ആണ്. അതിന്റെ വേർഡ്സ് ഞാൻ പറയാം. SWC. കോമ ഇട്ടിട്ട് ട്രീ എന്നും കൂടി എഴുതുക. TREE. നെക്സ്റ്റ് വൺ AI ആണ് കേട്ടോ. AI എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. റെയിൻ, പെയിൻ. റെയിൻ, പെയിൻ. ഇനി IGH കേട്ടോ. IGH എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ലൈറ്റ്, ഹൈറ്റ്. ലൈറ്റ്, ഹൈറ്റ്. എന്നിട്ട് താഴെ ഒരു സെന്റൻസ് ആയിട്ട് എഴുതുക. ഗ്രീൻ സ്കീം കുട്ടികളുടെ ഫ്ലുവൻസി മെച്ചപ്പെടുത്തുകയും
കൂടുതൽ വേർഡ്സ് വായിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. കൂടുതൽ വേർഡ്സ് വായിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇതുവരെ ഞാൻ എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ഒരു 5 മിനിറ്റ് സമയം തരാം. 5 മിനിറ്റ് അല്ല, 2 മിനിറ്റ് കേട്ടോ. വായിച്ചു നോക്കിക്കോളൂ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇനി ഗ്രീൻ സ്കീമുമായി ബന്ധപ്പെട്ട കുറച്ച് വേർഡ്സും കൂടി ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ പറയാൻ പോകുന്ന വേർഡ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇപ്പൊ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത്, അതായത് ഈ വേർഡ്സ് ഞാൻ പറയാൻ പോകുന്ന വേർഡ്സ് വൈയിലായിരിക്കും അവസാനിക്കുന്നത്. ഓക്കെ, വൈയിലായിരിക്കും അവസാനിക്കുന്നത്. അത്തരത്തിലുള്ള വേർഡ്സുകൾ നമുക്ക് ഗ്രീൻ സ്കീമിനോട് ചേർക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചില വേർഡ്സുകൾ ഉണ്ട്, അത് ഇ ആയിരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അതായത് ആ വേർഡ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എ ഉണ്ടാകും, ഇ ഉണ്ടാകും. അപ്പൊ ഞാനത് പറഞ്ഞു തരാം, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും. ആദ്യം വൈ വരുന്ന വേർഡ്സുകൾ പറയാം കേട്ടോ. അപ്പൊ ആദ്യത്തെ വേർഡ്സ് എന്ന് പറയുന്നത് ഡേ ആണ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നോക്കി നിങ്ങള് കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഡേ ആണ് കേട്ടോ. ആദ്യത്തേത് ഡേ ആണ്. എന്താണ് പ്രത്യേകത നോക്കിയാ നിങ്ങള്? എന്തിലാണ് അവസാനിക്കുന്നത്? വൈ. ഡേ. രണ്ടാമത്തേത് ക്ലേ ആണ്. CLAY കേട്ടോ, ക്ലേ.
മൂന്നാമത്തേത് സേ ആണ്. SAY, സേ. അടുത്തത് പ്ലേ ആണ്. PLAY. Then സ്പ്രേ ആണ്. SPRAY. Then next sway ആണ് കേട്ടോ. SWAY, sway. SWAY. നെക്സ്റ്റ് വൺ മേ ആണ് കേട്ടോ. MAY. നെക്സ്റ്റ് മേ ആണ്. മേ, MAY. നെക്സ്റ്റ് റേ ആണ്. RAY, റേ. നെക്സ്റ്റ് ബേ ആണ്. BAY, ബേ. എഴുതിയല്ലോ. നമുക്കിത് പറയാം. ഡേ പറഞ്ഞു, പ്ലേ പറഞ്ഞു, സേ, പ്ലേ, സ്പ്രേ, സ്വേ, മേ, റേ, വേ. എഴുതിയില്ലേ? ഇനി അടുത്തത് കേട്ടോ AE ആണ് കേട്ടോ. AE തുടങ്ങിയിട്ടുള്ള വേർഡ്സ് ആണ് പറയുന്നത്. അതായത് ഇത് AYനെ പോലെ ഒരുമിച്ച് വരില്ല, ഇടക്കിട്ടായിരിക്കും വരുന്നത് കേട്ടോ ഈ ലെറ്റർ. ചിലത് E എന്ന് പറയുന്നത് ലാസ്റ്റ് ഉണ്ടാകും, പക്ഷെ A ചിലപ്പോ മൂന്നാമത് രണ്ടാമതൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതൊന്ന് എഴുതിയെടുക്കുക. ഫസ്റ്റ് ഗ്രേഡ് എന്നാണ് കേട്ടോ. ഗ്രേഡ്. AE വരുന്നില്ലേ അവിടെ ഗ്രേഡില്? ഒരുമിച്ചല്ലെങ്കിൽ കൂടിയും വരുന്നുണ്ടോ? ചെക്ക് ചെയ്തേ. ഗ്രേഡ്. GRADE. മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ ബെയ്റ്റ് ആണ്. BATE, ബെയ്റ്റ്. ബെയ്റ്റ് ആണ് കേട്ടോ. BATE, ബെയ്റ്റ്. നെക്സ്റ്റ് വൺ എസ്കേപ്പ് ആണ്. എസ്കേപ്പ്. ESCAPE, എസ്കേപ്പ്.
Then അടുത്തത് ബ്രേക്ക് ആണ്. ബ്രേക്ക്, BRAKE, BRAKE, ബ്രേക്ക്. The next one flame ആണ്, FLAME, flame. FLAME, flame. The next brave ആണ് കേട്ടോ, BRAVE, brave. Then take ആണ്, TAKE, take. The next skates ആണ്, skates, SKATES, SKATES. Then lake ആണ്, lake അടുത്തത് കേട്ടോ, LAKE, lake. The last one blame, BLAME, blame. ഒന്നുകൂടി ഞാൻ പറയാം. ഗ്രേഡ്, വെയിറ്റ്, എസ്കേപ്പ്, ബ്രേക്ക്, ഫ്ലെയിം, ബ്രേവ്, ടേക്ക്, സ്കേറ്റ്സ്, ലേക്ക്, ബ്ലെയിം. എഴുതിയില്ലേ? അപ്പൊ ഇത് മൂന്ന് മനസ്സിലായോ? മൂന്ന് സ്കീമുകളും. ഹെൽപ്ഫുൾ ആയോ? ഇത് വെറുതെ ഞാൻ നിങ്ങള് നോട്ട് എഴുതിയെടുക്കാൻ വേണ്ടി തന്നതല്ല കേട്ടോ, ഇത് നിങ്ങൾ ചെയ്യണം. പിങ്ക് സ്കീമിലുള്ള ലെറ്റേഴ്സ് പിങ്ക് കാർഡിലോ പിങ്ക് ചാർട്ട് പേപ്പറിലോ ചെയ്യുക, അല്ലെങ്കിൽ ബുക്ക്ലെറ്റുകളാക്കുക. അപ്പൊ ഈ ബുക്ക്ലെറ്റുകളാക്കിയാലൊക്കെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പിങ്ക് സ്കീമിലുള്ള ബുക്ക്ലെറ്റ് ആക്കിയാല് കുട്ടികൾ പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യുകയും ഇത് പിങ്ക് സ്കീമിലുള്ള വേർഡ്സ് ആണെന്ന് അവർ പറയുകയും ചെയ്യും. ഓരോ വേർഡ്സ് അവർ പറയും. ആ ഒരു രീതിയിൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ സ്കീം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ബ്ലൂ സ്കീം, പിങ്ക് സ്കീം, അതുപോലെ തന്നെ ഗ്രീൻ സ്കീം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഗ്രീൻ സ്കീം ഗ്രീൻ പേപ്പറിലോ ഗ്രീൻ ബുക്ക്ലെറ്റിലോ ചെയ്യാനായിട്ട് നോക്കുക. ബ്ലൂ സ്കീം ബ്ലൂ പേപ്പറിലോ ബ്ലൂ ബുക്ക്ലെറ്റിലോ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ തീർന്നിട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? മാം അങ്ങനെ ചോദിച്ചാ ക്ലാസ് തീർന്നു എന്നുള്ളതിന്റെ വിഷമൊക്കെ പണ്ട് കുറച്ച് തീർത്ത് ഹാങ് ഓവർ ഒന്ന് മാറിയിരിക്കുകയായിരുന്നു മാം. അതല്ലേ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടല്ലേ. അത് സാരില്ല, നമുക്കിനി കോൺവെക്കേഷന് കാണാമല്ലോ. കോൺവെക്കേഷൻ എന്താണെന്ന് നമുക്ക് ഡേറ്റ് ഒന്നും വന്നിട്ടില്ലല്ലോ, ഫിക്സ് ആയിട്ടില്ലല്ലോ അല്ലെ? PGയുടെ എക്സാം കഴിയണോ അല്ലെ? വന്നിട്ടുണ്ടോ? ഇല്ല മാം, തന്നിട്ടില്ല. ഇല്ലല്ലേ? കോൺവെക്കേഷൻ എന്താന്ന് അറിയില്ല മാം. PGയുടെ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ നിങ്ങൾക്ക് കോൺവെക്കേഷന്റെ ഡേറ്റ് വരുന്നേ.
അപ്പൊ കോൺവെക്കേഷന് നമുക്ക് എല്ലാവർക്കും കാണാം, സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ തീർക്കാം. പിന്നെ അടിപൊളിയായിട്ടുള്ള എന്താ പറയാ ഡാൻസും പാട്ടൊക്കെ ചെയ്യാം കേട്ടോ. എല്ലാവരും കോൺവെക്കേഷന് വരുമ്പോ ഡാൻസ് ഒക്കെ ചെയ്യാൻ റെഡി ആയിട്ട് വരിക എല്ലാവരും. നിങ്ങൾ ചെയ്യില്ലേ? എല്ലാവരും ചെയ്യാറുണ്ട്, കുട്ടികളൊക്കെ ചെയ്യാറുണ്ട്, കുട്ടിക്കാർ പ്രത്യേകിച്ചും ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, നമ്മുടെ FT10-ലുള്ള ബാച്ചിലുള്ള കുട്ടികള് അവര് ഡാൻസ് കളിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളെയും കൂടി കയറ്റാനായിട്ട്, ഞങ്ങളെ കൂടി ഡാൻസ് ചെയ്യാനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ചെയ്യോ ചെയ്യില്ല എന്നൊന്നും അറിയില്ല. വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് ചെയ്യാനായിട്ട്. അപ്പോ നിങ്ങളും ഞങ്ങൾ ചെയ്യണം എന്നല്ലട്ടോ പറഞ്ഞത്, നിങ്ങള് നിങ്ങളുടെ പരിപാടികൾ പ്രോഗ്രാംസ് ഒക്കെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുക. പാട്ട് പാടുന്നവര് പാട്ട് പാടുക, ഡാൻസ് കളിക്കാൻ പറ്റുന്നവര് ഡാൻസ് ചെയ്യുക. അങ്ങനെ നല്ലൊരു പരിപാടിയാക്കി മാറ്റുക നമ്മുടെ കോൺവെക്കേഷൻ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും എന്താണ് PGയുടെ എക്സാം ഡേറ്റ് എന്നാണ്? 17ഉം 19ഉം ആണ് മാം. 17ഉം 19ഉം ആണ് അല്ലെ? ഓക്കെ ഓക്കെ. അപ്പോ PG നല്ല രീതിയിൽ എന്ത് ചെയ്യുക നോക്കുക. PGയുടെ ഞാൻ റിവിഷൻ ഒന്നും ആ സമയത്ത് എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടായില്ല, എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എടുക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതൊക്കെ വായിച്ചു പോവുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ ആദ്യം വായിച്ചു പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇനി സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റക്കായിട്ട് നിൽക്കരുത്. സമയം നമുക്ക് കുറവാണ്. അപ്പോ ഓരോ ദിവസവും പഠിക്കാനുള്ള ഓരോ ടോപ്പിക് വീതം. ഇപ്പൊ എന്റെ മാത്രം ടോപ്പിക് അല്ലല്ലോ, PG ആണെങ്കിലും മറ്റു ടീച്ചേഴ്സിന്റെ ടോപ്പിക് ഉണ്ട്. അപ്പൊ ഓരോ ദിവസവും കവർ ചെയ്ത് പോകാനുള്ള ടോപ്പിക് ഓരോ ദിവസം തന്നെ കവർ ചെയ്ത് പോവുക. എന്നിട്ട് ഫൈനൽ ഒരു 2-3 ദിവസത്തിനൊക്കെ മുമ്പായിട്ട്, എക്സാമിന് 2-3 ദിവസത്തിനൊക്കെ മുമ്പായിട്ട് ഒന്ന് റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് എക്സാം കഴിഞ്ഞ് എക്സാം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺവെക്കേഷൻ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇനി നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അതും കൂടി ആശംസിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്കൂളില് നല്ലൊരു എന്താ പറയാ പോസ്റ്റില് നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് മൈൻഡപ്പ് ചെയ്യാല്ലേ? താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. അപ്പൊ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. ഇനി നമുക്ക് കോൺവെക്കേഷന് കാണാം. ഓക്കെ, അപ്പൊ ബൈ.